അതിരീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ നളിയ സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിലേക്ക് നിങ്ങളെന്ന് കൂട്ടിക്കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതത്തിൻ്റെ തന്നെ നോർത്ത് ഭാഗമായ ഗുജറാത്തിലെ നോർത്ത് ഭാഗമായ നളിയ എന്ന് പറയുന്ന സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് രാജ്കോട്ട് രൂപതയുടെ കീഴിൽ ഒരു ദേവാലയവും ആ ദേവാലയത്തോട് അനുബന്ധിച്ച് ഈ ഒരു സെൻറ്റ് സേവിയേഴ്സ് സ്കൂളും സ്ഥാപിതമായി. നല്ല ദീർഘവീക്ഷണമുള്ള രൂപതയിലെ പിതാക്കന്മാരും ഒപ്പം വൈദികരുമൊക്കെ ആ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി നോക്കിക്കണ്ടതിൻ്റെ ഭാഗമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്ഥലത്ത് ഇതുപോലെയൊരു സ്കൂള് ഉയർന്നു വരുവാനുള്ള കാരണമെന്ന് പറയുന്നത്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. പ്രത്യേകിച്ച് തൊട്ടടുത്ത് സമുദ്രതീരമുള്ളത് കൊണ്ട് ഒരു തുറമുഖ പ്രദേശം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വസിക്കുന്നവരിൽ കൂടുതൽ ഭാഗവും മുക്കുവന്മാരാണ്. സാധാരണ ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാർ. അവർക്ക് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വരും തലമുറകളിലേക്ക് ഒരു വളർച്ചയുണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു ബോധ്യമാണ് ഇവർക്ക് ഈ ഒരു സ്കൂള് ഇവിടെ തുടങ്ങുവാനുള്ള കാരണമെന്ന് പറയുന്നത്. നല്ല വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നല്ല ഒരു സംസ്കാരം ഒരു ഗ്രാമത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വൈദികരുടെ ദീർഘവീക്ഷണം. നല്ല സംസ്കാരവും നല്ല വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുവാൻ സാധിക്കും എന്നുള്ള പ്രത്യാശയും കൂടിച്ചേരുന്നതാണ് ക്രൈസ്തവ മൂല്യം എന്ന് പറയുന്നത്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ലാഭേച്ഛയിലൂടെയല്ല അവരുടെ മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത്. നഷ്ടപ്പെടുത്തുന്നതിൽ ലാഭം കണ്ടെത്തുന്നവരാണ് ക്രിസ്ത്യാനികൾ. കാരണം അവർ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ലാഭത്തിന് കണക്ക് അറിയത്തില്ല. മറ്റ് പല സ്ഥലങ്ങളിലും ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ സ്ഥാപനങ്ങളും സ്കൂളുകളും ഒക്കെ കണ്ടെന്ന് വരാം. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ഒരു നളിയ എന്ന് പറയുന്ന ഈ ഒരു കോസ്റ്റൽ ഏരിയയിൽ ഈ ഒരു സ്കൂള് എന്നും നിലകൊള്ളുകയാണ്. വരും തലമുറയാണ് അവർ പ്രത്യാശ വയ്ക്കുന്നത്. വരും തലമുറയുടെ ഭാവി ശോഭനമാകണം എന്നുള്ള ഒറ്റ ലക്ഷ്യം, അത് ലക്ഷ്യമാക്കി ഈ ഒരു സ്കൂള് എന്നും തലയുയർത്തി നിൽക്കുകയാണ്. വെല്ലുവിളികളും തിക്താനുഭവങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിക്കുന്നവരാണ് ക്രൈസ്തവ മിഷണറിമാർ എന്ന് പറയുന്നത്. ഈ ഒരു മിഷൻ ചൈതന്യം ലഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു വ്യക്തിയിൽ നിന്നാണ്, അത് ക്രിസ്തുവിൽ നിന്നാണ്. നന്മയുടെ ഈ ഒരു സ്ഥാപനം എന്നും വരും തലമുറകൾക്ക് വഴികാട്ടിയാവട്ടെ. നന്മകൾ നേരുന്നു സ്നേഹപൂർവം.